രണ്ടു ദിവസമായിട്ട് ആകാശമൊക്കെ നല്ല തെളിഞ്ഞിട്ടാണുള്ളത്. നല്ല കടുന്നീല കളറിലാണ് ആകാശം. അങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ ഒന്ന് കൂർഗ് ബോർഡറിലേക്ക് പോകാൻ തോന്നി. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മണക്കടവിനൊക്കെ അടുത്താണ്. തളിപ്പറമ്പിൽ നിന്ന് കൂർഗ് ബോർഡർ വരെ ഒരു റോഡുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉദയഗിരിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് മണക്കടവൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെയൊരു സ്ഥലമുണ്ട്. ഇത് മെയിൻ റോഡിൽ നിന്ന് ചെറിയതായിട്ടൊന്ന് ഡീവിയേറ്റ് എടുത്താൽ കാണുന്ന ഒരു പാലവും ഒരു തോടൊക്കെയാണ്. അവിടുത്തെ വെള്ളം എന്നൊക്കെ പറയുന്നത് നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ്. ഈ മഴയൊക്കെ മാറിയതുകൊണ്ട് തന്നെ ചെളിവെള്ളം അങ്ങനെയൊന്നുമില്ല. നല്ല വൃത്തിയുള്ള അടിപൊളി വെള്ളമാണ് ഇപ്പോൾ പുഴയിലൊക്കെ. എന്നാൽ അധികം വെള്ളമൊന്നുമില്ല, നമുക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്ന വെള്ളമാണ്. അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് മെല്ലെ ബൈക്ക് എടുത്തിട്ട് പിന്നെയും നമ്മുടെ കൂർഗ് ബോർഡറിലേക്ക് യാത്രയായി. ഞാൻ ജസ്റ്റ് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്തേ ഉള്ളൂ. മണക്കടവൊക്കെ കഴിഞ്ഞ് ഇടത്തേക്കാണ് ഈ ഒരു പാലവും വഴിയൊക്കെ കാണുന്നത്. വീണ്ടും തിരിച്ച് മെയിൻ റോഡിലേക്ക് പോയി. ഇങ്ങോട്ടൊക്കെയുള്ള നാടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ പുഴകളും പച്ചപ്പും റബ്ബർ തോട്ടങ്ങളും നല്ല അടിപൊളി വീടുകളൊക്കെയാണ്. അങ്ങനെ കുറച്ചും കൂടെ യാത്ര ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്തെത്തി. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് വായിക്കമ്പ എന്നാണ്. കൂർഗ് ബോർഡർ എന്ന ആൾക്കാർ പറയും. ഈ കാണുന്നത് കേരളവും അപ്പുറം കാണുന്നത് കർണാടകമാണ്. ഈ ഒരു ചെറിയ തോടാണ് അതിൻ്റെ അതിർത്തി എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചെറിയ പാലമൊക്കെ ഉണ്ടായിരുന്നു. ആ പാലത്തിലേക്കുള്ള എൻട്രിയൊക്കെ കർണാടക ഫോറസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ആൾക്കാരൊക്കെ എപ്പോഴും അങ്ങോട്ട് പോയിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മെല്ലെ അവിടെ കുറച്ച് സമയം നിന്ന് തോട്ടിലേക്ക് ഇറങ്ങി. മുമ്പൊക്കെ ഇവിടുന്ന് ആൾക്കാർ നടന്ന് കർണാടകത്തിലെ പല സ്ഥലങ്ങളിലും പോയിക്കൊണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഫോറസ്റ്റ് നിയമങ്ങളൊക്കെ കർശനമായതുകൊണ്ട് ആൾക്കാരൊന്നും അങ്ങനെ പോകുന്നില്ല. കശുവണ്ടി കടത്താനും പണ്ടത്തെ മൂലവെട്ടിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ പോയതായിട്ട് കഥകൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്കൽ തോടുകളും പുഴകളും ഉത്ഭവിക്കുന്നത് കർണാടകത്തിൽ നിന്നാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്ക് ഈ ഒരു തോടിൻ്റെ ഉത്ഭവം കർണാടകത്തിലെ ഫോറസ്റ്റിൽ എവിടെയെങ്കിലും നിന്നായിരിക്കും. നല്ല രസമാണ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കാൻ. പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. വീക്കെൻഡൊക്കെ നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ തളിപ്പറമ്പൊക്കെയാണ് നിങ്ങളുടെ വീടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരു ഡ്രൈവ് എടുക്കുന്നത് അടിപൊളിയായിരിക്കും. നല്ല രസമാണ് ഇങ്ങോട്ടുള്ള റോഡും ഈ ഒരു സ്ഥലമൊക്കെ. കുറച്ചും കൂടെ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അധികം സമയം അവിടെ നിൽക്കുന്ന അത്ര നല്ലതല്ല. ചിലപ്പോൾ ആനയൊക്കെ വരുന്ന ഒരു സ്ഥലമായിരിക്കാം. ഫോറസ്റ്റിൻ്റെ ബോർഡറാണല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.